നമസ്കാരം. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യ vs ഓസ്ട്രേലിയ. 2023 വേൾഡ് കപ്പിന്റെ വിഷമം ഇപ്പോഴും ഇന്ത്യൻ ഫാൻസിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന BGTയുടെ വിഷമം. അപ്പോഴാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പ്രശ്നമാണ്. ഇന്ത്യ 2023 വേൾഡ് കപ്പ് പോലെ തന്നെ എല്ലാം സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ബാറ്റ്സ്മാൻമാരെല്ലാം ഫോമിലാണ്, ബോളേഴ്സ് എല്ലാം ഫോമിലാണ്, ഇതുവരെയുള്ള കളികളെല്ലാം ജയിച്ചു. ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേഴ്സേഴ്സ് ഇല്ലാതെയാണ് ഈ ടൂർണമെന്റിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് എക്സ്പേർട്സ് പോലും വലിയ പ്രതീക്ഷയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അറിയാലോ, ICC ഇവന്റ്സ് ആണ് ഓസ്ട്രേലിയയാണ് അതെ ഇന്ത്യക്കെതിരെ വന്ന് നിൽക്കുകയാണ് സെമിഫൈനലിൽ കളിക്കാനായിട്ട്. നമുക്ക് ആദ്യം ഈ ടൂർണമെന്റിന്റെ ഹിസ്റ്ററി നോക്കാം. ഇന്ത്യ 3 കളികളും വിജയിച്ചാണ് ഇപ്പോൾ സെമിഫൈനലിൽ എത്തി നിൽക്കുന്നത്. ആദ്യ കളി ബംഗ്ലാദേശിനെയും, പിന്നീട് പാകിസ്ഥാനെയും, അതിനുശേഷം ഏറ്റവും അവസാനം ന്യൂസിലൻഡിനെയും ആധികാരികമായി പരാജയപ്പെടുത്താണ് ഇന്ത്യ സെമിഫൈനലിൽ എത്തി നിൽക്കുന്നത്. അതിൽ 2 ചേസ് ചെയ്തും 1 ഡിഫെൻഡ് ചെയ്താണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആണ് ഇന്ത്യ. അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാർ എല്ലാം ഫോമിലാണ്. എല്ലാ ബാറ്റ്സ്മാൻമാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കളിയിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളേഴ്സ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ 4 സ്പിന്നേഴ്സിനെ കളിപ്പിച്ച് അതും വിജയകരമായി പൂർത്തീകരിച്ച് എല്ലാ രീതിയിലും സെറ്റായിട്ട് എല്ലാ ബോക്സസും ടിക്ക് ചെയ്തിട്ടാണ് ഇന്ത്യ ഈ സെമി ഫൈനലിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. അതേസമയം ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഇംഗ്ലണ്ടിനോട് ഒരു 350 ചേസ് ചെയ്ത് ജയിച്ചു എന്നുള്ളതല്ലാതെ, അഫ്ഗാനിസ്ഥാനോട് മഴ മൂലം തടസ്സപ്പെട്ട ഒരു മാച്ചിലും ജയിച്ചു എന്നുള്ളതല്ലാതെ ഓസ്ട്രേലിയക്ക് അധികം മത്സര പരിചയം പോലും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ചും UAE പിച്ചിൽ കളിക്കാൻ വരുമ്പോൾ ഓസ്ട്രേലിയ ഈ അടുത്ത് UAE കളിച്ചിട്ടില്ല. അവരുടെ ബോളേഴ്സോ ബാറ്റ്സ്മാൻമാരോ ഈ ടൂർണമെന്റിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു പൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ ഫുൾ സെറ്റ് അല്ലാത്ത രീതിയിലാണ് ഓസ്ട്രേലിയ UAE ഇന്ത്യക്കെതിരെ ഈ സെമിഫൈനലിൽ കളിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തന്നെയാണ് എഡ്ജ് ഓസ്ട്രേലിയക്ക് മേളിൽ. 2 ടീമിന്റെ ബാറ്റിങ്ങിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇന്ത്യയുടെ ബാറ്റിംഗ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. രോഹിത് ശർമ്മ റൺ അടിച്ചു, വിരാട് കോഹ്ലി റൺ അടിച്ചു, ശുഭ്മാൻ ഗിൽ റൺ അടിച്ചു, ഹർദിക് പാണ്ഡ്യ റൺ അടിച്ചു. എല്ലാ കളിയിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശ്രേയസ് അയ്യർ റൺ അടിച്ചു. KL രാഹുൽ അത്ര ഫോമിലല്ലെങ്കിലും 1-2 ചെറിയ ഇന്നിങ്സ് KL രാഹുലും കളിച്ചു. അതുപോലെ തന്നെ അക്സർ പട്ടേലും നന്നായിട്ട് ഈ ടൂർണമെന്റ് തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം പേസേഴ്സിനെയും സ്പിന്നേഴ്സിനെയും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും മാച്ച് വിന്നേഴ്സ് ആണ്. ഓൺ എ ഗിവൺ ഡേ ഒരു മാച്ച് വിൻ ചെയ്യാൻ ഇതിലേതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകത. എല്ലാവരും മാച്ച് വിന്നേഴ്സ് ആണ്, ഈവൻ അക്സർ പട്ടേൽ, KL രാഹുൽ സഹിതം. ഇനി ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ബാറ്റിംഗ് ലൈനപ്പാണ് ഓസ്ട്രേലിയയുടെ. ട്രാവിസ് ഹെഡ്, സ്റ്റീവ് സ്മിത്ത്, ലബുഷെയ്ൻ, അതുപോലെ തന്നെ മാക്സ്വെൽ, ഇത്രയും പേരല്ലാതുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം താരതമ്യേന പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ പിന്നിലാണ്. പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ പക്ഷേ അവർ അത്ര മോശമല്ല. ഇപ്പോൾ ജോഷ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അന്ന് ചേസ് ചെയ്ത് 350 അടിച്ച് ജയിച്ചത് ജോഷ് ഇംഗ്ലീഷിന്റെ ബലത്തിലാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ സീരീസിലും ജോഷ് ഇംഗ്ലീഷ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ അലക്സ് കാരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പണറായിട്ടുള്ള ഷോട്ട് കഴിഞ്ഞ കളിയിൽ പരുക്കായതുകൊണ്ട് കൂപ്പർ കൊനോലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഓസ്ട്രേലിയയുടെ ടീമിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്ന അങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്റർനാഷണലിൽ അധികം മാച്ചൊന്നും കളിച്ചിട്ടില്ല. ഡൊമസ്റ്റിക്കിൽ പോലും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയറാണ്. അത് ഒരുപക്ഷെ ഒരു എക്സ് ഫാക്ടറായി മാറിയേക്കാം ഓസ്ട്രേലിയക്ക്. എന്തായാലും ആ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവരുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഒറ്റയ്ക്ക് അടിച്ച് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഹെഡിന്റെ കാര്യം പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാൻസിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മാക്സ്വെൽ, അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്ത്, ഇങ്ങനെ ജോഷ് ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ചില ഗിവൺ ഡേ അവർക്ക് ഒരു മാച്ച് അടിച്ച് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരുണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചൊരു പോസിറ്റീവ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വീക്കായിട്ട് തന്നെയാണ് ബാറ്റിംഗ് തോന്നുന്നത്. സോ ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഉണ്ട് ഓസ്ട്രേലിയക്ക് മേളിൽ. ഇനി ബോളിംഗിലേക്ക് വന്നാൽ പേസ് ബോളേഴ്സ് ആയിട്ടുള്ളത് ഷമീം, ഹർദിക് മാത്രമാണ്. കഴിഞ്ഞ കളിയിൽ ഇവർ 2 മാത്രമാണ് പേസ് ബോളേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ 4 സ്പിന്നേഴ്സിനാണ് കളിപ്പിച്ചിരുന്നത്. ഇവർ 2പേരും അത്യാവശ്യം നന്നായിട്ട് ഈ ടൂർണമെന്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഹർദിക്കും ഷമിയും. ഹർദിക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്സ് എടുത്ത് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ നോക്കിയാലും കഴിഞ്ഞ കളിയിലും ഒരു ഫസ്റ്റ് വിക്കറ്റ് ഹർദിക്കായിരുന്നു എടുത്തത്. സോ അവർ 2പേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ മെയിനായിട്ടുള്ളത് 4 സ്പിന്നേഴ്സിനെ ഇന്ത്യ കളിപ്പിക്കുന്നതാണ്. ഈ 4 സ്പിന്നേഴ്സും വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സാണ്. അതിനകത്ത് അക്സർ പട്ടേലും ജഡേജയും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള റണ്ണ് കണ്ടെയ്ൻ ചെയ്തെറിയുന്ന ബോളേഴ്സാണ്. അപ്പോൾ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സാണ്. ഒരാൾ മിസ്റ്ററി സ്പിന്നർ ആണെങ്കിൽ ഒരാൾ ഒരു ചൈനമാൻ ആക്ഷനിൽ എറിയുന്ന ടോട്ടലി വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു സ്പിൻ അറ്റാക്കാണ് ഇന്ത്യക്കുള്ളത്. ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ബോളിംഗ് അറ്റാക്ക് എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങും ഹിസ്റ്ററിയിൽ ഒരു ടീമും പരീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. 4 സ്പിന്നേഴ്സും
ഒരു പേസ് ബോളറും ഒരു ഓൾറൗണ്ടറും വെച്ചിട്ട് ഒരു ബോളിംഗ് അറ്റാക്ക്. ഇനി ഓസ്ട്രേലിയയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെൻസർ ജോൺസണും ബെൻ ഡോഷ്യസും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ടൂർണമെന്റിൽ ബോൾ ചെയ്തിട്ടുണ്ട്. അതിൽ സ്പെൻസർ ജോൺസന് അഫ്ഗാനിസ്ഥാനായിട്ടുള്ള മാച്ചിൽ നല്ല മൂവ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആ മാച്ചിൽ സ്പെൻസർ ജോൺസൺ എറിഞ്ഞത്. അതുപോലെ തന്നെ നാഥൻ എല്ലിസും ഇവരുടെ പേസ് അറ്റാക്കിലുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല വേരിയേഷൻസ് ഉള്ള ബോളറാണ്. ദുബായിയുടെ കണ്ടീഷൻസിൽ നാഥൻ എല്ലിസ് തീർച്ചയായിട്ടും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആദം സാംബ ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്. ആദം സാംബയാണ് ഓസ്ട്രേലിയയുടെ എക്സ് ഫാക്ടർ. സത്യം പറഞ്ഞാൽ വേറൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ വേറെ ഇല്ല. വേറെ ഉള്ളത് മാക്സ്വെല്ലോ അല്ലെങ്കിൽ ഹെഡോ അല്ലെങ്കിൽ ലെബുഷനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഓവേഴ്സ് എറിഞ്ഞു തീർക്കാന്നുള്ള. ഒരുപക്ഷെ മാക്സ്വെൽ തീർച്ചയായിട്ടും ഹാൻഡി ആയിരിക്കും ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. പക്ഷേ അതല്ലാതെ വേറൊരു നല്ല സ്പിന്നർ ഓസ്ട്രേലിയക്ക് ഇപ്പോൾ കയ്യിലില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പാണ് ഓസ്ട്രേലിയക്കുള്ളത്. കമ്പാരിറ്റീവ്ലി ഇന്ത്യയോട് നോക്കുമ്പോൾ തീരെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോൾ നാഥൻ എല്ലീസ് തീർച്ചയായിട്ടും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. നന്നായിട്ട് വേരിയേഷൻസ് ചെയ്യുന്നുണ്ട്. ദുബായിയുടെ പിച്ചിൽ പുള്ളി നന്നായിട്ട് ബോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് ആയിരിക്കും. സോ ബോളിംഗിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്ത്യക്ക് തന്നെയാണ് എഡ്ജ് ഓസ്ട്രേലിയക്ക് മേളിൽ. ഇനി ഫീൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടീമിലും വേൾഡ് ക്ലാസ് ഫീൽഡേഴ്സ് ആണ് ഉള്ളത്. ഇതിനകത്ത് ഒരു ടീമിന് മുൻതൂക്കം കൊടുക്കാൻ പറ്റില്ല. കാരണം രണ്ട് ടീമിലും എക്സ്ട്രാ ഓർഡിനറി ഫീൽഡേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയ ഈയിടയ്ക്ക് അലക്സ് ക്യാരിയൊക്കെ എടുത്ത് ക്യാച്ചൊക്കെ അതിമനോഹരമായിട്ടുള്ള ക്യാച്ച് അവരുടെ ടീമിൽ എടുത്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അക്സർ പട്ടേൽ സഹിതം വിരാട് കോഹ്ലി, ജഡേജ എന്നുവേണ്ട എല്ലാവരും വേൾഡ് ക്ലാസ് ഫീൽഡേഴ്സ് ആണ്. സോ ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു എഡ്ജ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് ടീമും എക്സെപ്ഷനലി നന്നായിട്ട് ഫീൽഡ് ചെയ്യും. ഇനി രണ്ട് ടീമുകളുടെയും പ്രഷർ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റിയും അതുപോലെ ടെമ്പറമെന്റും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICC ടൂർണമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു ബീസ്റ്റാണ്. അത് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2023 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു ടീമിന് പറ്റും. അതിനൊരു കൾച്ചർ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ ടീം. സോ പ്രഷർ ഹാൻഡിലിങ്ങിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ സ്ലൈറ്റ്ലി ഇന്ത്യക്ക് മുകളിൽ ഒരു എഡ്ജുള്ള ടീം തന്നെയാണ്. ഇന്ത്യയും റീസെന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ICC ടൂർണമെന്റ്സിന്റെ നോക്കൗട്ട്സിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. 2024 T20 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പെർഫോമൻസ് ഒട്ടും മോശമല്ല. പക്ഷേ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള നോക്കൗട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ സെമി ഫൈനൽ ഫൈനൽസിലൊക്കെ ടെമ്പറമെന്റ് കാണിക്കുന്ന കാര്യത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യക്ക് മേളിൽ സ്ലൈറ്റ്ലി എഡ്ജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പിച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചേസ് ചെയ്യുന്ന ടീം ജയിച്ചിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ പിച്ചിനുള്ളത്. അതുപോലെ തന്നെ ഒരു ആവറേജ് സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ 200 to 230 വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കില്ല ഇവിടുത്തെ സെമി ഫൈനൽ. എന്തായാലും ഇവിടുത്തെ വലിയ ബൗണ്ടറീസ് ആണ്. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ്. സോ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ അതിനനുസരിച്ചാണ് ടീം ഇട്ടപ്പോൾ തന്നെ 4-5 സ്പിന്നേഴ്സിനെ കൊണ്ടാണ് ഇന്ത്യ വന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് എഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പിച്ചിൽ ഇന്ത്യ ഇപ്പോൾ ഒരു 3 മാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടീഷൻസ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇന്ത്യക്ക് അറിയാം. അപ്പോൾ പിച്ചിൻ്റെയും കണ്ടീഷൻസിൻ്റെയും കാര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് എഡ്ജ്. സോ കാര്യങ്ങൾ മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും പിച്ച് കണ്ടീഷൻസിലായാലും അതുപോലെ ഈ ടൂർണമെന്റിൽ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിൽ ഇന്ത്യക്കാണ് എഡ്ജ് ഓസ്ട്രേലിയക്ക് മേളിലുള്ളത്. ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അറിയാലോ, ഇറ്റ്സ് മൈറ്റി ഓസ്ട്രേലിയ. നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ICC ടൂർണമെന്റ്സിൽ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചുകളിൽ ഓസ്ട്രേലിയയുടെ ഏതെങ്കിലും 1-2 പ്ലേയേഴ്സ് എക്സെപ്ഷണലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും. എവിടുന്നെങ്കിലുമൊക്കെ വന്ന് പെർഫോം ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത 1-2 പേരായിരിക്കും പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ജനറ്റിക്സ് ഉള്ളൊരു ടീമാണ് ഓസ്ട്രേലിയ. അങ്ങനെയുള്ളൊരു കൾച്ചറാണ് അവർക്കുള്ളത്. സോ ഇന്ത്യ ഒരിക്കലും ഓസ്ട്രേലിയ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ആസ് എ ഫാൻസ് ആയാലും പോലും ഇന്ത്യൻ ഫാൻസ് ഒരിക്കലും ഓസ്ട്രേലിയ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഈ മാച്ചിൽ എല്ലാ കണ്ടീഷൻസും ഇന്ത്യക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഇന്ത്യ മുന്നിൽ നിൽക്കുമ്പോഴും ഓസ്ട്രേലിയക്ക് തീർച്ചയായിട്ടും ചാൻസ് ഉള്ള ഒരു മാച്ച് തന്നെയാണ്. ഒരു തീപ്പൊരു മത്സരം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു മത്സരം കാണാൻ ഇടയാവട്ടെ. ഇന്ത്യ ജയിക്കട്ടെ. അപ്പോൾ നാളത്തെ മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനലിലെ റിവ്യൂ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.